Hi my dear students, once again welcome back to Principle of Mathematical Induction. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഡിസ്കഷൻ മെത്തേഡ് സെയിം തന്നെയാണ്. നമുക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the next question, question number 8. For every positive integer n, prove that 7 raised to n minus 3 raised to n is divisible by 4. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ മെത്തേഡ് എല്ലാം സെയിം ആണ്. നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാം. ലെറ്റ് പി എൻ സച്ച് ദാറ്റ് 7 raised to n minus 3 raised to n ഈസ് divisible by 4. ഈ ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ആക്ച്വലി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അത്തരത്തിലൊന്ന് മാറ്റി എഴുതാം. പി എൻ സച്ച് ദാറ്റ് 7 raised to n minus 3 raised to n is a multiple of 4. ഇത് നമുക്ക് പ്രൂവ് ചെയ്താലും മതിയാവും അല്ലേ? ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇത് മതിയാവും. ഓക്കെ, ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് നമ്മുടെ P1 ചെയ്യണം. P1 LHS എടുക്കുമ്പോൾ LHS എന്ന് പറഞ്ഞാൽ എന്താണ്? 7 raised to 1 minus 3 raised to 1 എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 minus 3 എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അല്ലേ? 4 വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? സോ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ഈസ് എ മൾട്ടിപ്പിൾ. ദാറ്റ് ഈസ് നമുക്കറിയാം 4നെ നമുക്ക് 4 into 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്കതിനെ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതാം. സോ therefore P1 is a multiple of 4. Therefore P1 is true. Okay, P1 is true, right? Yes. ഇനി നമ്മൾ എന്താ ചെയ്യണേ? അപ്പോൾ P1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ? അസ്യൂം ചെയ്യാം. യെസ്, now assume PK is true. PK is true, right? Yes. PK true എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണേ? PK is true എന്ന് പറഞ്ഞാൽ that is PK is such that 7 raised to n എല്ലാ nനും പകരം k കൊടുക്കാം. 7 raised to k minus 3 raised to k is a multiple of 4 അല്ലേ? ഓക്കെ, ഇത് നമുക്ക് മുമ്പോട്ട് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ എഴുതാം. that is 7 raised to k minus 3 raised to k is equal to 4m. m എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ മൾട്ടിപ്പിൾ എന്നുള്ളതിന് പകരം നമ്മൾ എഴുതുന്നത്. ഇപ്പം 4 into 1 എന്നാകാം, 4 into 3 എന്നാകാം, 4 into 5 എന്നാകാം, 4 into k എന്നാകാം, 4 into n എന്നാകാം, എന്തെങ്കിലും ആകാം. 4 into എന്തൊരു 4 into സംതിങ് എഴുതിയാൽ ദാറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ ഇതായിരിക്കണം നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നതിന് പകരം 4m എന്ന് ഷോർട്ട് ഫോമിൽ നമ്മൾ എഴുതി വയ്ക്കുന്നു. ഓക്കെ മക്കളെ, ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൊണ്ട് ചെയ്യാം. ഈ 7 raised to k മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ളതിന് അപ്പുറത്തേക്കുണ്ടാവും. ദാറ്റ് ഈസ് 4m. ഈ മൈനസ് 3 raised to k അപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് 3 raised to k എന്നാവും. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് വിളിക്കാം. അപ്പം നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. കേക്ക് അസ്യൂം ചെയ്തു. ആ അസ്യൂം ചെയ്തതിനകത്ത് ഈ ഫസ്റ്റ് ടേം മാത്രം നിർത്തി ബാക്കിയുള്ളതിനെ അപ്പുറത്തേക്ക് കൊണ്ടു. ഓക്കെ, ഇതെന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടേ? Now we have to prove that PK plus 1 is true. PK plus 1 is true, right? That is to prove that 7 raised to k plus 1 minus 3 raised to k plus 1 is equal to is a multiple of 4 എന്ന് മതി. That is equal to 4m എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ LHS എടുക്കാം. LHS 7 raised to k plus 1 minus 3 raised to k plus 1. ഓക്കെ മക്കളെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ 7 raised to k plus 1നെ 7 raised to k into 7 raised to 1 എന്ന് എഴുതാമല്ലോ. കാരണം a raised to m into a raised to n is a raised to m plus n. മൈനസ് 3 raised to k plus 1നെ 3 raised to k into 3 raised to 1 എന്ന് എഴുതാം.
ഓക്കെ, എന്തിനാ ഇങ്ങനെ എഴുതി ചോദിച്ചാൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 1-നകത്ത് 7k ഒരു വാല്യൂ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ എഴുതിയത്. 4m + 3k. ഇത് 7k പകരം നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ്. ഇൻറ്റു ഒരു 7 ഉണ്ട്, മൈനസ് പിന്നെ 3k × 3. അതിൻ്റെ റീസൺ നമുക്ക് നോട്ട് ചെയ്യാം. ബിക്കോസ് ഇക്വേഷൻ നമ്പർ 1 ആണ്. 1-നകത്ത് നിന്ന് ഈ 7k പകരമാണ് നമ്മൾ 4m + 3k എന്ന് വാല്യൂ കൊടുത്തത്. ഓക്കെ മക്കളെ, നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 4 കൊണ്ട് 7 പുറത്തുണ്ടല്ലോ, 7 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 7 × 4m, ദാറ്റ് ഈസ് 28m എന്ന് എഴുതാം. പ്ലസ് 7 × 3k. ഓക്കെ, മൈനസ് 3 × 3k. ഇതതുപോലെ ഈ 3 ആദ്യം എഴുതുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത്രയും സിംപ്ലിഫൈ ചെയ്യാം. 28m പ്ലസ് ഈ 3k വേണമെങ്കിലേക്ക് പുറത്തേക്ക് എടുക്കാം, ഈ ഇതിനകത്തുനിന്നും ഇതിനകത്തുനിന്നും. അപ്പോൾ ഇവിടെ 7 - 3 എന്ന് വരും. ദാറ്റ് ഈസ് 28m പ്ലസ് 3k × 4. റൈറ്റ്? ഇതിനകത്ത് രണ്ടിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 4 ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. 4 × പിന്നെ പോയിട്ട് 7m വരും അല്ലേ, പ്ലസ് 3k. ഓക്കെ മക്കളെ, ഇനി നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ദിസ് ഇസ് ഈക്വൽ ടു 4 × സംതിങ്. ദിസ് 4 × സംതിങ് ഈസ് വാട്ട്? 7m പ്ലസ് 3k എന്നൊക്കെ പറഞ്ഞാൽ എന്തും ആയിക്കോട്ടെ. 4 × ആ എന്തിനേയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കും? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ദാറ്റ് ഈസ് 4m എന്ന് വേണം നമുക്ക് എഴുതിയാൽ മതി. സോ ബിക്കോസ് 4 × സംതിങ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ. അപ്പോൾ നമ്മുടെ LHS എന്ന് പറഞ്ഞാൽ നമ്മൾ 7k + 1 മൈനസ് 3k + 1 എന്നാണ് എഴുതിയത്. ദാറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് വാട്ട്? ദാറ്റ് മീൻസ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ pk + 1. ദാറ്റ് ഈസ് pk + 1 ഈസ് ട്രൂ. pk + 1 ഈസ് ട്രൂ. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹെൻസ് ബൈ ദി നമ്മുടെ കോമൺ കൺക്ലൂഷൻ ഉണ്ടല്ലോ. ഹെൻസ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് MI mathematical induction, the result is true for, അത് നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന ഒരു കൺക്ലൂഷൻ ആണ്. റിസൾട്ട് ഈസ് ട്രൂ ഫോർ all natural numbers, right? Okay, hence the result is true for all natural numbers. അപ്പോൾ ഈ ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരേ മീനിങ് ആണെന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ നമ്മൾ സാധാരണ സാധാരണ ടെക്സ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നതിൽ വ്യത്യസ്തമായി നിങ്ങൾക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ളൊരു മെത്തേഡ് എന്നുള്ള രീതിയിലാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ഇത് ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു മെത്തേഡായിട്ട് ഒരു പ്രൊസീജിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ മക്കളെ, മനസ്സിലായി കാണല്ലോ. നമുക്ക് അത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും, ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് MI പ്രൂവ് ദാറ്റ് 10⁻²n - 1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. നമ്മുടെ മെത്തേഡ് എല്ലാം സെയിം ആണ്. നമുക്ക് അതിനെ pk എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. 10⁻²n - 1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. Let Pn such that 10⁻²n - 1 + 1 is divisible by 11. ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് Pn such that നമുക്ക് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ 2n - 1 + 1 is a multiple of 11. Multiple of 11 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിവിസിബിൾ ബൈ എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എഴുതാനുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മൾ ഇതിനെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നത് മാത്രമേ. ഓക്കെ, നമുക്കപ്പോൾ ഇനി P1 എടുക്കാം. P1ലെ LHS നമുക്ക് നോക്കാം. LHS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു സൈഡേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ ആ ഒരു അർത്ഥത്തിൽ എടുക്കണമെന്നേ ഉള്ളൂ. 10⁻² എന്നുള്ളിടത്ത് 1 എടുക്കുന്നു, -1. -1 അല്ല, അത് മേളിലാണ് -1 വരുന്നത്. അപ്പോൾ അതൊന്ന് തിരുത്തി എഴുതട്ടെ. 10⁻² എന്നുള്ളിടത്ത് 1 കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. -1 then +1 നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻² - 1 അല്ലേ. 2 × 1 is 2,
2 minus 1 is 1 എന്ന് വരും plus 1 that's equal to 11. That means is a multiple of 11. 11 into 1 it's a multiple of 11 ആണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. is a multiple of 11. Therefore P1 is true. P1 is true. അല്ല is a multiple of 11 means 11 into 1 എന്ന് എഴുതിയാൽ നമുക്ക് ഓക്കെ. ഇനി നമ്മൾ അസ്യൂം ചെയ്യും അല്ലേ. assume pk is true. Assume pk is true. Okay, that is pk such that 10 raised to 2k minus 1 plus 1 is a multiple of 11. അല്ലേ, നമുക്ക് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമുക്ക് കാണുന്നുണ്ട്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗം. ഇവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ പി എൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 10 raised to 2n minus 1 plus 1 is a multiple of 11 ആണ്. അവിടെ എന്നിനെല്ലാം പകരം നമ്മൾ k കൊടുക്കുന്നു, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നോക്കിക്കോളൂ, 10 raised to 2k minus 1 plus 1 is a multiple of 11. ഓക്കെ, ഇത് നമ്മൾ നമ്മുടെ ആ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നമ്മൾ പി കെ എന്നുള്ളിടത്ത് കെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോബ്ലമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 10 raised to 2k minus 1 plus 1 is a multiple of 11 എന്ന് പറയുന്നത് 11m എന്ന് വിളിക്കാം. ഓക്കെ, 11m. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ 10 raised to ഈ ഒരു ടൈം മാത്രം ഇവിടെ നിർത്താം. 10 raised to നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലും ചെയ്ത് അങ്ങനെയായിരുന്നു. ഇസ് ഈക്വൽ ടു 11m minus 1. ഓക്കെ, അതിനകത്തുനിന്ന് 2k minus 1 is equal to 11. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ മക്കളെ, യെസ്. Now we have to prove that pk plus 1 is true. We have to prove that pk plus 1 is true. അല്ലേ, അത് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. pk plus 1 to prove that pk plus 1 is true. അല്ലേ, that is pk plus 1 എന്താണ്? pk plus 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10 raised to pk ഇതാണെങ്കിൽ pk plus 1 എന്ന് പറഞ്ഞാൽ 2 into k ഉള്ളിടത്ത് k plus 1 കൊടുക്കുന്നു, minus 1 plus 1 is a multiple of 11 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ ഓഫ് 11. ശരിയല്ലേ? നോക്കിക്കേ, ഇവിടെ പി കെ ഇതാണ്. ആ പി കെക്കകത്ത് കെ ഉള്ളിടത്തെല്ലാം കെ പ്ലസ് 1 കൊടുക്കുന്നു. 10 raised to 2 into k plus 1 minus 1 plus 1 is a multiple of 11. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കാം. അത് നമ്മൾ LHS എടുക്കുന്നു. LHS എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോർമാലിറ്റി എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഭാഗം മാത്രമാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് 10 raised to 2k plus 1, k plus 1 ബ്രാക്കറ്റിലാണ്, minus 1 plus 1. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 10 raised to ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 2k plus 2. ഇവിടെ ഒരു ഈ മൈനസ് 1 ഇവിടെയല്ല, ഈ മൈനസ് 1 വരുന്നത് ഇതാണ് നമ്മുടെ 2 raised to 2k ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2k plus 2 minus 1 plus 1. ഓക്കെ, നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 10 raised to ഈ 2k minus 1 അത് ഒരുമിച്ച് എഴുതാം. കാരണം ഇവിടെ നമുക്ക് 10 raised to 2k minus 1ന്റെ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് 2k minus 1 ഒരുമിച്ച് എഴുതിയിട്ട് ഇൻ പ്ലസ് 2 മാറ്റി എഴുതും. കാര്യം മനസ്സിലായ മക്കളെ? ഇത് വേണമെങ്കിൽ ഒരുമിച്ച് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 minus 1 എന്നുള്ളത് പ്ലസ് 1 എന്ന് എഴുതിയാൽ മതി. പക്ഷേ പ്ലസ് 1 എന്ന് എഴുതിയാൽ നമുക്ക് ഈ 10 raised to 2k minus 1ന്റെ വാല്യൂ പിന്നെ അതിനകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ 10 raised to 2k minus 1 എന്നുള്ള ടേം മാത്രം ഇവിടെ ഒരുമിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. ഓക്കെ മക്കളെ, ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇനി നമുക്ക് ഈ 10 raised നമുക്കറിയാമല്ലോ, ഇത് 10 raised to 2k minus 1 ഇൻറ്റു ഇത് 10 square പ്ലസ് 1 എന്ന് എഴുതാം. കാരണം ഇത് a raised to ഇത് ഒരുമിച്ചെടുത്തു. a raised to m plus n is a raised to m into a raised to n. ആ ഫോർമുലയാണ്. ഓക്കെ,
ഇനി 10 raised to 2k minus 1 വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. That is equal to 11m minus 1 into 10 square plus 1. And the reason because equation number 1. That is the reason. Okay, മക്കളെ? ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. That is equal to 11m into ഈ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ 100 ആണ് അല്ലേ? അപ്പോൾ 100 പ്ലസ് 1. ഓക്കെ, ഇതിനെ ഇങ്ങനെ ഓരോന്നുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത് ബ്രാക്കറ്റിൻ്റെ പുറത്താണല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു 11m into 100 minus 100 plus 1. That's equal to 100 into 11m. അത് 100 ആദ്യം എഴുതുന്നേ ഉള്ളൂ. മൈനസ് ഇത് നമുക്കറിയാം 100 നിന്ന് മൈനസ് 100 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 99 ആണ് അല്ലേ? നമുക്കൊരു 11 പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും? 100m മൈനസ് 11 ഇതിൽ നിന്ന് പോന്നാൽ പിന്നെ 9 വരും അല്ലേ? So that is equal to 11 into something. That means what? Is a multiple of 11. Multiple of 11. കണ്ടോ? അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും that means pk plus 1 that is pk plus 1 is true അല്ലേ? True. ഇനി നമ്മളുടെ ആ ഒരു കോമൺ കൺക്ലൂഷൻ ഉണ്ടല്ലോ. Hence by the principle of by the principle of mi, അത് എഴുതാൻ മറക്കല്ല. mi, the result is true for all natural numbers. Okay, so Pn is true for all natural numbers. Is true for all natural numbers. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെത്തേഡ് മനസ്സിലായോ? നമ്മൾ എല്ലായിടത്തും അഡോപ്റ്റ് ചെയ്യുന്ന ഒരേ മെത്തേഡാണ്. ഇപ്പോൾ ഈ ഡിവിസിബിൾ ബൈ വരുമ്പോൾ മാത്രം നമ്മൾ ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. എഴുതുന്ന സെൻറ്റൻസുകളുടെ ആ ഒരു സ്റ്റൈലിന് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അത്ര മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്, സെയിം മെത്തേഡ് തന്നെ. ഓക്കെ, ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. യൂസിങ് mi, prove that 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. പ്രൊസീജിയർ ഇസ് സെയിം. ലെറ്റ് pn such that നമ്മൾ എടുക്കുന്നവർ സാധാരണ എടുക്കുന്നവരാണ്. pn such that 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8. നമ്മൾ അതിനെ ഒന്ന് മാറ്റിയെടുക്കും ചെറുതായിട്ട്. എന്താണ്? ഡിവിസിബിൾ എന്നുള്ളതിന് പകരം മൾട്ടിപ്പിൾ എന്നാക്കും. pn such that 3 raised to 2n plus 2 minus 8n minus 9 is a multiple of 8. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? p1 ചെയ്യും. p1ലെ LHS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡ് എടുക്കും. അവിടെ n-ന് പകരം 1 കൊടുക്കും. സോ 3 raised to 2 into 1 plus 2 minus 8 into 1 minus 9. നമുക്ക് ഒന്ന് സിംപ്ലിഫൈ നോക്കാം. ദാറ്റ് ഈസ് 3 raised to 2 into 1 is 2 plus 2 minus 8 minus 9. That's equal to 3 raised to 4 minus 17 അല്ലേ? minus 8 minus 9 is minus 17. 3 raised to 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 81 ആണ് അല്ലേ? 81 minus 17. 3 into 3 into 3 into 3 അല്ലെ? 4 times 3 multiply. 3 into 3 9 ആണ്. അടുത്ത 3 into 3 9 ആണ്. അപ്പോൾ 9 into 9 എന്ന് പറഞ്ഞാൽ 81. 81 minus 70 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 64 ആണ്. 64. ഓക്കെ, അപ്പോൾ 64 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലേ? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. That means P1 is true, right? That is P1 is true. Okay. എന്ത് ചെയ്യണം? നമ്മൾ അസ്യൂം ചെയ്യണം. Now assume Pk is true. Assume Pk is true. Okay. That is Pk such that ഇത് P1 ആണ്. അവിടെയുള്ള എന്നുള്ളിടത്തെല്ലാം K കൊടുക്കാന്നേ ഉള്ളൂ. സോ
So 3 raised to 2k plus 2 minus 8k minus 9 is a multiple of 8. Okay? നമുക്ക് നോക്കാവുന്ന പി എൻ ഉള്ളിടത്ത് കെ കൊടുത്തു. പി ഇതും കൂടെ നോക്കിയാൽ മതി. ഇവിടെ 3 raised to 2k plus 2n plus 2 ആണ്. ഇത് 3 raised to 2k plus 2 minus 8k minus 9 is a multiple of 8. അതാണ് നമ്മളിപ്പോൾ നിന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനകത്ത് നിന്ന് ഫസ്റ്റ് ടൈം മാത്രം അവിടെ നിർത്താം. മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി എഴുതാമല്ലോ. ദാറ്റ് ഈസ് 3 raised to 2k plus 2 minus 8k minus 9 is equal to 8m എന്ന് എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 8 എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ആസ് യൂഷ്വൽ ഇവിടെ ഈ ഫസ്റ്റ് ടൈം മാത്രം ഇവിടെ നിർത്താം. 3 raised to 2k plus 2 is equal to 8m പ്ലസ് ഇത് അപ്പുറം ചെല്ലുമ്പോൾ 8k എന്നാവും പ്ലസ് 9 എന്നാവും. അതായത് ഈ രണ്ട് ടൈമിനെ നമ്മൾ അപ്പുറത്തേക്ക് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് വിളിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ആണ് ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം ആണ്. ഈ ഫസ്റ്റ് ടൈം മാത്രം ഇവിടെ നിർത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യണേ? Now we have to prove that pk plus 1 is true. Now we have to prove that pk plus 1 is true. Okay, that is to prove that. അപ്പോൾ എന്താ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? that is to prove that 3 raised to 2 into k ഉള്ളിടത്ത് k plus 1 plus 2. ഇവിടെ k ഉള്ളിടത്ത് നമ്മൾ k plus 1 കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 raised to 2 k ഉള്ളിടത്ത് k plus 1 plus 2 minus 8 into k plus 1 minus 9. അതിൻ്റെ വാല്യൂ നമുക്കൊന്ന് സിംപ്ലിഫൈ നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു, ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. 3 raised to 2k plus 2, അത് ഈ 2 into k 2 into 1 2 ആണ്. പിന്നെ അടുത്തത് അതങ്ങനെ തന്നെ മൈനസ്, ഇതിന് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 8k minus 8 minus 9 എന്ന് വരും. ഓക്കെ, that is equal to 3 raised to 2k plus 2, കാരണം അതിൻ്റെ വാല്യൂ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇൻറ്റു 3 raised to 2 എന്ന് എഴുതാം. കാരണം ഇത് ഒരുമിച്ച് എഴുതി. അപ്പോൾ a raised to m plus n എന്നുള്ളത് a raised to m ഇൻറ്റു a raised to n എന്നാവും. മൈനസ് 8k minus 8 minus 9 is 17 എഴുതാം. ഓക്കെ മക്കളെ, ഇനി ഇവിടെ നമുക്ക് 3 raised to 2k plus 2ൻ്റെ വാല്യൂ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ 3 raised to 2k plus 2ൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിച്ച് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ആ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ 8m plus 8k plus 9 ഇൻറ്റു 3 സ്ക്വയറിന് നമുക്ക് വേണമെങ്കിൽ 9 എഴുതാമല്ലോ, മൈനസ് 8k minus 17. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇതുകൊണ്ട് ഓരോന്നിനെയും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം ഇങ്ങനെ. അപ്പോൾ ഇതിന് ഈ 9 എന്നുള്ളത് ഓരോന്നിനും കോമൺ ആണ്. സോ 9 into 8m, 8m into 9 പ്ലസ് 8k into 9 പ്ലസ് 81, 9 into 9 81 minus 8k minus 17, right? Okay, so that's equal to, ഇതിനെ നമുക്ക് 8m into 9 വേണമെങ്കിൽ 72m എന്നൊക്കെ എഴുതാം, അവന് കുഴപ്പമൊന്നുമില്ല, പ്ലസ് 8k into 9 ഞാനങ്ങ് എഴുതുന്നേ ഉള്ളൂ, മൈനസ് 8k ഈ കോൺസ്റ്റന്റ് ഞാൻ ആദ്യം എഴുതി, പിന്നെ 81 minus 17 എന്നുള്ളതാണ്. പ്ലസ് 81 minus 17 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 64 ആവും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി നമുക്ക് എല്ലാത്തിനകത്തു നിന്നും ഒരു 8 കോമൺ ആയിട്ട് എടുക്കാം. 8 ഇൻറ്റു മിച്ചം എന്നാണ്ട്, ഇവിടെ 9m ഉണ്ട് അല്ലേ, ഇവിടെ m ഉണ്ട് 9 ഉണ്ട്, ഇവിടെ 8 പോന്നാൽ പിന്നെ 9 ഉണ്ട് kയും ഉണ്ട്, മൈനസ് 8 പോന്നാൽ പിന്നെ k ഉണ്ട്, പിന്നെ ഇവിടെ 8 പോന്നാൽ 8 ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു എന്ന് നമുക്ക് പ്രശ്നമല്ല, 8 എന്നുള്ളൊരു കോമൺ ടൈം നമ്മൾ പുറത്തെടുത്തു.
എന്തിനാ 8 എടുത്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ് അല്ലേ. ഏതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ pk+1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് pk+1 ഈസ് ട്രൂ. അതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ്. അപ്പോൾ നമ്മുടെ pk+1 നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ്. അത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 ഇൻറ്റു സംതിങ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 വിച്ച് ഈസ് എ it's equal to is a multiple of അങ്ങനെ എഴുതിയാൽ മതി. is a multiple of 8. therefore pk+1 is pk+1 is true. Hence by the principle of mathematical induction, MI, നമ്മുടെ common conclusion ആണ് principle of MI, the result is true for all natural numbers. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൂഫായി. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ടൈപ്പ് സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റിയുള്ള. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച്, അല്ലെ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട്, വലിയ കോംപ്ലിക്കേഷൻസ് ഉള്ള സിംപ്ലിഫിക്കേഷൻ ഒന്നും ഉള്ളതല്ല. അത്തരത്തിൽ നമുക്കിതിനെ ഡീൽ ചെയ്യുവാണെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് ഇതിനകത്ത് ഒരു വലിയ ക്വസ്റ്റ്യൻ 6 മാർക്കൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സിമ്പിളാണിത്, വേറെ ഫോർമുലകളൊന്നും ഉള്ളതല്ല. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.